നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. വരുന്ന ബുധനാഴ്ച ഓഗസ്റ്റ് 12 ആടിമാസം അമാവാസ്യ, കർക്കടക വാവ്. അന്നത്തെ ദിവസം 4 വെജിറ്റബിൾസ്, പച്ചക്കറികൾ നിങ്ങൾ പാചകം ചെയ്ത് നിങ്ങളുടെ മുന്നോറുകൾക്ക് വച്ച് കഴിഞ്ഞാൽ 1008 പച്ചക്കറികൾ വച്ച് നമ്മൾ ഭക്ഷണം കൊടുത്ത ബലം നമുക്ക് കിട്ടുമെന്ന്. അതുമൂലമാ പല ശാപങ്ങളും ദോഷങ്ങളും എല്ലാം മാറി നല്ലത് നടക്കും. അത് എന്ത് വഴിപാട് മുറ, അത് എന്തെല്ലാം പച്ചക്കറികളാണ് എന്ന് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇപ്പോൾ എന്തെല്ലാം കായ്കൾ നമുക്ക് പാചകം ചെയ്യാമെന്ന് നോക്കാം. അമാവാസ്യ എന്നാലേ വിശേഷമാണ്. പിതൃകൾക്ക് വഴിപാട് ചെയ്യുന്ന നാള്. പിതൃശാപം, പിതൃദോഷം ഇതെല്ലാം നീക്കുന്നതിനായിട്ടുള്ള വഴിപാട് ചെയ്യുന്നത്, അതുക്ക് ഉകந்த നാളാണ് ഈ ഒരു അമാവാസ്യ. ശാസ്ത്രങ്ങളെ പൊരുത്തവരേക്കും ഒരാള് ഒരു വർഷത്തേക്ക് 96 ഡിഫറെന്റ് ആയിട്ടുള്ള ദർപ്പണങ്ങൾ ചെയ്യണമെന്നാണ്. അതും അമാവാസ്യയും ചേർത്ത്. എന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ കാലഘട്ടത്തില് എല്ലാരെ കൊണ്ടും ഈ 96 ദർപ്പണങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി എളിമയാർന്ന ഒരു വഴിയാണ് മാസത്തിൽ വരുന്ന ഒരു ചില അമാവാസികൾക്ക് നമുക്ക് ഇത് വിശേഷപ്പെട്ട നാളായിട്ടിരുന്ന് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും മികച്ച അമാവാസ്യയാണ് ഈ കർക്കടക മാസത്തിലെ അമാവാസ്യ. ഒരു കുടുംബത്തിൽ വന്നിട്ട് 2 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇരിക്കണം. ഒന്ന് വന്നിട്ട് പിതൃക്കളുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കണം. ഇന്നൊന്ന് വന്നിട്ട് കുലദൈവത്തിന്റെ ആശീർവാദം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇത് രണ്ടും കിട്ടിയാലേ പോതും ഒരു കുടുംബം യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാതെ മുന്നേറി മുന്നോട്ട് മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും നമ്മുടെ മുന്നോറുകളും ചെയ്തിരിക്കുന്ന പാപങ്ങളോ ശാപങ്ങളോ അതിനെല്ലാം പരിഹാരം കിട്ടും. അത് വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ശരി ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്കറിയാതെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണാൻ പറ്റാത്ത രീതിക്ക് ബാധിപ്പുകൾ നമുക്ക് ഏർപ്പെട്ടിരുന്നാല് അങ്ങനത്തെ ദോഷവും ശാപവും ഒക്കെ വന്നിട്ട് അത് പിതൃശാപവും പിതൃദോഷവും ആയിരിക്കും. അതിനാലെയാണ് ഈ പിതൃശാപവും പിതൃദോഷവും സംബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ട് പിതൃക്കളെ തീർപ്പതൊക്കെ നമ്മൾ ഓരോ വഴിപാടും ഇങ്ങനെ ആടി അമാവാസി കർക്കടക വാവിന് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ വിശേഷമെന്ന് പറയപ്പെടുന്നു. ഈ വർഷത്തെ ആടി അമാവാസ്യ വരുന്നത് ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ്. ബുധനാഴ്ച അതിരാവിലെ ഏർലി മോർണിംഗ് 2:11 അതായത് 2:11 AM തുടങ്ങി പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ അതിരാവിലെ 12:16 12:16 AM വരെ കർക്കടക ബാഹുബലി തിഥി ഇരിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ബുധനാഴ്ച നമ്മൾ എഴുന്നേറ്റ ഉടനെ കണ്ണ് തുറക്കുന്നതേ തന്നെ അമാവാസ്യ തിഥിയിലാണ്. നിറയെ പേര് അവരുടെ വീട്ടില് പിതൃക്കൾക്ക് ബലി കൊടുക്കുന്നതിനായിട്ട് എള്ളും ശുദ്ധജലവും വെച്ചിട്ട് വഴിപാട് ചെയ്യാമെന്ന് മനസ്സിൽ കരുതിയിരിക്കും. അങ്ങനെയുള്ളവര് എള്ളും ശുദ്ധജലവും വെച്ച് തർപ്പണം ചെയ്യേണ്ട നല്ല നേരം എപ്പോഴെന്ന് നോക്കിയാൽ രാവിലെ 9:15 10:15 വരെ. ബുധനാഴ്ച ആടി അമാവാസ്യ വന്നിരിക്കുന്നതിനാല് ഉച്ച കഴിഞ്ഞ് 12 to 1:30 രാഹുകാലമാണ് ഇരിക്കുന്നത്. രാവിലെ 7:30 to 9 AM യമകണ്ഠകാലം ഇരിക്കുന്നുണ്ട്. ആ യമകണ്ഠം അങ്ങോട്ട് തീർന്ന് 9:15 10:15 വരേക്കും ഈ 1 മണി നേരം നിങ്ങൾ ഉപയോഗിച്ചോളുക. ഈ സമയത്ത് നിങ്ങൾ തിഥി തർപ്പണം കൊടുക്കുന്നത്, മുന്നോറുകൾക്ക് വഴിപാട് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോവിലിൽ കുളം ഇങ്ങനെ ആറ് അവിടെയൊക്കെ പോകുമ്പോൾ തിഥി ഇങ്ങനെ തർപ്പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും. അവരുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നോർക്കായിട്ടുള്ള വഴിപാട് ചെയ്തതിന് ശേഷം വീട്ടിൽ വരാം. ശരിയാ? എന്നാൽ ഈ രാഹുകാലം മുടിഞ്ഞ് 12 to 1:30 കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 1:30 മണിക്ക് മേലെ വേണം നിങ്ങൾ ഇലയിട്ട് ഊണ് വിളമ്പി മുന്നോറുകൾക്കുള്ള വഴിപാട് ചെയ്യാനായിട്ട്. ഇപ്പോൾ അമാവാസ്യ തിഥി നമ്മൾ പതിവ് പോടുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സ്ത്രീകള് അവരുടെ
അച്ഛനും അമ്മയ്ക്കാകെയോ ഇല്ലെങ്കിൽ അമ്മാവനോ അമ്മാവിക്കോ, അതായത് അവരുടെ ഇൻലാസിന് വേണ്ടിയോ എള്ളും ശുദ്ധജലവും വച്ച് തിഥി തർപ്പണം ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അതിന് ഒരു മാറ്റു വഴി വേണമല്ലോ. അതിനായിട്ട് അവർക്ക് പിടിച്ച വിഷയങ്ങൾ, മീൻസ് പിടിച്ച സാധനങ്ങൾ വെച്ചിട്ട് അത് പാചകം ചെയ്ത് ഭക്ഷണ പദാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഊണ് വിളമ്പാവുന്നതാണ്. അന്നത്തെ ദിവസം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് ചില പച്ചക്കറികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും ചിലവ കൃത്യമായിട്ടും ഉപയോഗിക്കണമെന്നും ശാസ്ത്രം പിന്തുടർന്ന് വരുന്ന ഒന്ന് ഇരിപ്പുണ്ട്. ഇതൊക്കെ ചില പേര് അവരുടെ വീട്ടിലെ മുന്നേ പിന്തുടർന്ന് വരുന്ന പടി ഫോളോ ചെയ്യുന്നുണ്ട്. അതില്ലാമേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആടി അമാവാസ്യ തിഥി ദിവസം എങ്ങനെ നോക്കിയാലും തിഥി തർപ്പണം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മുന്നോർകൾക്ക് അമാവാസ്യ ഭക്ഷണം നിങ്ങൾ വെച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ വെക്കുന്ന ആ ഭക്ഷണത്തില് ഞാൻ ഈ പറയുന്ന 4 വെജിറ്റബിൾസ്, പച്ചക്കറി തീർച്ചയായിട്ടും ചേർക്കണം. അവ ഏതെന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ വന്നിട്ട് വാഴയ്ക്കയാണ്, സെക്കൻഡ് വൺ പാവയ്ക്ക, അടുത്ത് തേർഡ് വൺ വന്നിട്ട് പിരണ്ട എന്നാൽ ചെങ്ങലം പിരണ്ട എന്നാണ് അത് പറയുന്നത്. ഇമേജ് കാണിക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വാങ്ങിച്ചോളുക. അടുത്ത ലാസ്റ്റ് വൺ വന്നിട്ട് ചക്കയാണ്. ഇതിൽ 4 ഏതെങ്കിലും ഒന്നെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ വയ്ക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. 4 കിട്ടണമെങ്കിൽ അത് അത്രയ്ക്കും സിറപ്പാനത്. ഇതിന് ഒരു കാരണവും ഇരിപ്പുണ്ട്. പുരാണത്തിൽ വന്നിട്ട് ഇതിനൊരു കഥയുണ്ട്. ഒരു തവണ വശിഷ്ഠ മുനികള് വിശ്വാമിത്രരെ സന്ദർശിച്ചിട്ട് അവരുടെ വീട്ടില് വിരുന്നിന് വരാൻ ക്ഷണിച്ചു. തീർച്ചയായിട്ടും വശിഷ്ഠരുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വിശ്വാമിത്രര് തീർച്ചയായിട്ടും എത്താമെന്ന് പറഞ്ഞു. വിശ്വാമിത്രർ എന്നാല് ഭയങ്കര കോപത്തിലുള്ള ആള്, അത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നിരുന്നാലും വിശ്വാമിത്രര് വശിഷ്ഠരുടെ ഇൻവിറ്റേഷൻ നല്ല മനസ്സോടെ സ്വീകരിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ വരണച്ചാല് 1008 പച്ചക്കറികൾ വെച്ച് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം. അങ്ങനെ നിങ്ങൾ പാചകം ചെയ്താൽ മാത്രമേ ഞാൻ വരികയുള്ളൂ. ഇത് കേട്ട വശിഷ്ഠര് അതിന് ശരി ഓക്കെ പറഞ്ഞ് വീട്ടിൽ വന്നിട്ട് അവരുടെ പത്നിയായ അരുന്ധതിക്കിട്ട് ഇതേപറ്റി പറഞ്ഞു. അതിന് വശിഷ്ഠരുടെ പത്നി അരുന്ധതിയും ശരി, ഞാൻ 1008 കറികള് സമച്ച് വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഉണ്ടാക്കാമെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തു. വിശ്വാമിത്രരെ വിരുന്നിന് കൂപ്പിട്ട നാളും വന്നു. അത് കേട്ട മാതിരി കടും കോപക്കാരനായ വിശ്വാമിത്രര് വിരുന്നിന് വന്നു. വസിഷ്ഠരുടെ പത്നി അരുന്ധതി വാഴയിലയിട്ട് അദ്ദേഹത്തിന് ഊണ് വിളമ്പി. ഫസ്റ്റ് വന്നിട്ട് 8 വാഴയ്ക്കായി വെച്ചു. അതിനുശേഷം ഒരു പാവയ്ക്ക, പിന്നെ പിരണ്ടൈ, ചക്ക ഇതും വെച്ചു. എന്നിട്ട് ഇതെല്ലാം വെച്ചതിന് ശേഷം പറഞ്ഞു 1008 കായ്കള് വെച്ചു. അപ്പോ കടും കോപക്കാരരായ വിശ്വാമിത്രർ ചോദിച്ചു, ഇത് എന്താണ്? ഞാന് 1008 കായ്കളാണ് ചോദിച്ചത്, നീ 4 കായ്കൾ വെച്ചിട്ട് പോയാല് എങ്ങനെ? നീ 4 കായ്കളും വെച്ചു, അതില് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളും വെച്ചു, അങ്ങനെ ആയാൽ എങ്ങനെയാണ്? എന്നിട്ട് പറയുന്ന 1008 കായ്കള് വെച്ച് എനിക്ക് ഭക്ഷണം തന്നു എന്ന്, അത് എന്നെ അപമാനപ്പെടുത്തുന്നതല്ലേ നീ? അങ്ങനെ അദ്ദേഹം കോപപ്പെട്ടു. അതിനായിട്ട് അരുന്ധതി തിരിച്ച് എന്ത് പറഞ്ഞു എന്ന് വെച്ചാല്, ശാസ്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ സ്വാമി, ഒരു പാവയ്ക്ക എന്നത് 100 പച്ചക്കറികൾക്ക് തുല്യം, ഒരു പിരണ്ടൈ വന്നിട്ട് 300 കായ്കൾക്ക് സമം. അതായത് പിരണ്ടൈ എന്നത് 300 വെജിറ്റബിൾസിന് ഈക്വൽ എന്ന്, ഒരു ചക്ക 600 കായ്കൾക്ക് സമം. മൊത്തമായിട്ടും 1000 വന്നു. കൂടെ ഞാൻ 8 വാഴക്കായ്കളും കൂടെ വെച്ചിട്ടുണ്ട്, വസിഷ്ഠരുടെ പത്നി അരുന്ധതി അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇത് കേട്ട് ശാന്തനായ വിശ്വാമിത്രര് അരുന്ധതിയുടെ ബുദ്ധിയെയും ശാസ്ത്രം പടി നടത്തിയതിന്റെ ഗുണത്തിനെയും കണ്ട് അവർ കൊടുത്ത വിരുന്ന് ഏറ്റുകിട്ട് ആശീർവാദം ചെയ്തിട്ട് പോയി. ആകെ മൊത്തം നോക്കിയാല് ശാസ്ത്രങ്ങൾ പറഞ്ഞതുപടി ഈ 4 കായ്കള്, 4 വെജിറ്റബിൾസ് ആടി അമാവാസ്യ നാളില് നിങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിച്ചോളുക. ഇത് നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ മുന്നോറുകൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഇലയിട്ട് വയ്ക്കുമ്പോൾ 1008 കായ്കറികളും സമച്ച് നിങ്ങളുടെ മുന്നോറുകൾക്ക് ഭക്ഷണം കൊടുത്ത ഫലം നിങ്ങൾക്ക് വന്നു ചേരും. അത് ഈ 4 കായ്കറികളിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതുമൂലമാ ആടി അമാവാസ്യ ദിവസത്തില്
നിങ്ങളെ കാണാൻ വരുന്ന നിങ്ങളുടെ പിതൃക്കള് നിങ്ങൾ കൊടുത്ത ഈ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് നിങ്ങൾ ചെയ്ത ഈ മെനക്കെട്ട എല്ലാ വഴിപാടുകളും സ്വയമേ അവർ ഏത്തുകിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട അരുളാശ എല്ലാ ആശീർവാദവും നിങ്ങൾക്ക് തന്നിട്ട് പോകുമെന്നാണ് ഐതിഹ്യം. എന്നാൽ ഇനി ഒരു ചില പേര് ചോദിക്കും, ഈ 4 കായ്കറികളും നിങ്ങൾ ഒന്നിച്ച് ചേർത്ത് കുക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രമേ പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിൽ ഏതെങ്കിലും ഒരു കായെങ്കിലും ചേർത്ത് വെച്ച് സമച്ച് അവർക്ക് സമയൽ ഒരുക്കിക്കൊള്ളുക. എന്ത് വന്നാലും നിങ്ങൾ സദ്യ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ 4 കായ്കളിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എന്നാണ്. പക്ഷെ 4 കിട്ടിയാൽ അത്രയും സിറപ്പാനത്. പിതൃകളിൽ നിന്നും കൂടുതൽ ബലം നിങ്ങൾക്ക് കിട്ടും. അവരുടെ മനസ്സ് വന്നിട്ട് നിങ്ങളിൽ ആശീർവാദപ്പെടും. അതായത് മനസ്സ് നിറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന്. കാരണം പിരണ്ടയൊന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതിനാലെയാണ് ഞാൻ പതിവ് നേരത്തെ പോട്ടത്. പറ്റുന്നത് വാങ്ങിക്കോളൂ. ശരിയാ? ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാം, പാവയ്ക്ക കശപ്പാണ്, അമാവാസി ദിവസത്തിൽ അത് ചേർക്കാമോ എന്ന്. വിശ്വാമിത്രർ മാതിരി വലിയ വലിയ മുനികള് ഈ ദിവസത്തില് വിരുന്നിന് അത് കഴിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ മുന്നോറുകൾക്ക്, അതും അവർ വന്നിട്ട് ഭൂലോകത്തിൽ നമ്മളെ തേടി വരുന്ന ആ നാളില് നിങ്ങൾ എന്ത് സമച്ചു കൊടുത്താലും അവർ തീർച്ചയായിട്ടും ആ ഭക്ഷണം കഴിച്ചിരിക്കും. അതും നിങ്ങളുടെ പിതൃക്കൾക്ക് 1008 കൂട്ടാൻ വച്ച് ചോറ് കൊടുത്ത ഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതും ഈ 4 കായ്കറികൾ കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഇത്രയും ഫലം കിട്ടുമെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല? 4 എന്നത് 3 ആയാലും ഓക്കെയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്തോളുക. അതിൽ ഉപേക്ഷ വിചാരിക്കരുത്. അത് മാത്രമല്ല, പശുമാട്ടുകൾക്ക് നിങ്ങൾ അകത്തിക്കീര വന്ന് കൊടുത്തോളുക ഈ അമാവാസ്യ ദിവസം. മാത്രമല്ല, കാക്കയ്ക്ക് ചോറ് വയ്ക്കുമ്പോഴും ഈ സെയിം ഭക്ഷണം തന്നെ വെച്ചോളുക. കാക്കയ്ക്ക് എള്ളും സാദവും കലർന്നു കൊടുക്കുന്നതും ഇതെല്ലാം ആടി അമാവാസ്യക്ക് ഒത്തിരി മുഖ്യമാനത്. അന്നത്തെ ദിവസം ദാനം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും സിറപ്പാനത്. കഴിയുന്നവർ ദാനം ചെയ്തോളുക. അതായത് എല്ലാ ദിവസവും നമ്മൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ആടി അമാവാസ്യയിൽ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫലം 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ്. അന്നത്തെ ദിവസം ആരെങ്കിലും നിങ്ങളോട് ഭക്ഷണം കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അവരെ വെറും വയറോടെ അയക്കാൻ പാടില്ല. ഒന്നുകിൽ അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷണം കൊടുക്കുക, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തോളുക. അന്നേ ദിവസം ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ കൂടെ അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആശീർവാദം നിങ്ങൾക്ക് വന്നു ചേരും. ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ കുറഞ്ഞതൊരു 10 രൂപയെങ്കിലും അന്നത്തെ ദിവസം നിങ്ങൾ കൊടുത്തോളുക. അങ്ങനെ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്ന ഏതെങ്കിലും ഒരാൾ മൂലമാ നിങ്ങളുടെ പിതൃക്കള് നിങ്ങളെ വന്ന് അനുഗ്രഹിക്കുന്നതിന് വായ്പിരിക്കുന്നുണ്ട്. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണേ. പക്കത്തുള്ള ഹൈപ്പ് എന്ന ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.